നേരത്തെ പോലെ BJP നേതാക്കളോട് ചെല്ലുമില്ല, അവരതിന് നേതൃത്വം കൊടുക്കുന്നില്ല. എനിക്കൊന്നും ഇപ്പോൾ 200-ാം ദിവസം അങ്ങനെ ആഘോഷിച്ചപ്പോൾ അവിടെ ഷോൺ ജോർജോ മറ്റോ സന്ദർശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവിടെയും അദ്ദേഹം വലിയൊരു ആവേശ പ്രസംഗം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അധികം നേതാക്കളെ ഇപ്പൊ അവിടെ കാണുന്നില്ല. അതെ, BJPയുടെ ഒരു പ്രസൻസ് അവിടെ കൊടുത്തവരൊന്നും ഇപ്പോഴും രംഗത്തില്ല. ഇല്ല. യഥാർത്ഥത്തിൽ അതൊരു പ്രാക്ടിക്കലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു അത്രയും സ്ട്രോങ് ആയിട്ട് വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു നിയമം ആയിരുന്നെങ്കിൽ പോലും അത് ഈ തരത്തിൽ ഇന്ന് നാളെ മറ്റന്നാൾ നടപ്പിലാക്കാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യമാണ്. അത് BJP നേതാക്കൾ തന്നെ തിരിച്ചറിഞ്ഞു. അതെ, BJP നേതാക്കൾ BJP നേതാക്കൾക്ക് തിരിച്ചറിഞ്ഞു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഈ സമരത്തിലിരിക്കുന്ന മനുഷ്യർ അവർക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്നു, അവരുടെ വീട് നഷ്ടപ്പെടാൻ പോകുന്നു, ജനിച്ചു വളർന്ന പ്രദേശം തന്നെ അവരുടെ അല്ലാതാകാൻ പോകുന്നു. അവരവിടെ ഈ പറയുന്ന കച്ചവടം, മത്സ്യബന്ധനം, ചെറുകിട കച്ചവടം, മത്സ്യബന്ധനം, ടൂറിസം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു, തൊഴിലിടം നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ ഒരു ആദി രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആ ആദിനെ കുറച്ചുകൂടി ഒന്ന് കൂട്ടിയെടുക്കാനും, അതായത് നിങ്ങൾ നാളെ തന്നെ ഇവിടെ ഇറങ്ങേണ്ടി വരും എന്നുള്ള രീതിയിലുള്ളൊരു സംഗതി ഉയർത്തിക്കൊണ്ടുവരാനും അതിന് പരിഹാരം നമ്മളാണെന്ന് പറയുകയും ചെയ്തപ്പോഴാണ് ഈ അമിത പ്രതീക്ഷയുടെ ലെവല് ഉയരുന്നത്. അപ്പൊ ആ അമിത പ്രതീക്ഷ അവർക്ക് ഒരു തരത്തിലും ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു.